സുഹൃത്തുക്കളെ, മീനാക്ഷി എന്ന് പറയുന്ന ഈ പെൺകുട്ടിയെ പരിചയമില്ല എന്ന് ഞാൻ ചോദിച്ചു കഴിഞ്ഞാൽ അത് മോശമായിരിക്കും. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. നടിയാണ്. നമ്മുടെ ലാലേട്ടനൊപ്പൊക്കെ ഒരു സിനിമയൊക്കെ ഇവർ ചെയ്തിട്ടുണ്ട്. ഇപ്പോഴും നടനവും പഠനവുമായിട്ട് മുന്നോട്ട് പോകുന്നു. വളരെ വ്യക്തമായ രീതിയിൽ തന്റെ അഭിപ്രായങ്ങളൊക്കെ സത്യസന്ധമായ രീതിയിൽ ഫേസ്ബുക്കിലും മറ്റും എഴുതിയിടുന്ന ഒരു പെൺകുട്ടി കൂടിയാണ് മീനാക്ഷി. സംഗതിയോടെ കിടക്കട്ടെ, ഇപ്പൊ മീനാക്ഷി പ്രശ്നത്തിലാണ്. അതിഭീകരമായ പ്രശ്നത്തിലാണ്. മീനാക്ഷിയെ ഒരു രാജ്യവിരുദ്ധ പ്രവർത്തക എന്ന രീതിയിലൊക്കെയാണ് ഇപ്പോ നമ്മുടെ നാട്ടില് അവരെ കാണിക്കുന്നത്. ഇനി ആരാണ് കാണിക്കുന്നത് എന്ന കാര്യങ്ങളൊക്കെ പറയാം. അതിന് കാരണമായ പോസ്റ്റും ഞാൻ കാണിച്ചു തരാം. നിങ്ങൾക്കിപ്പോൾ കാണാൻ കഴിയുന്നത് മീനാക്ഷി ഇട്ട ഒരു പോസ്റ്റാണ്. ഗ്യാസ് പോയത് നമ്മുടെയാ, യുദ്ധം പശ്ചിമേഷ്യയിലാണെങ്കിലും യുദ്ധം എത്ര മാരകമാണെന്നറിയാൻ മുറ്റത്ത് മിസൈൽ വീഴണമെന്നില്ല. യുദ്ധ ഭീകരത എത്രത്തോളം ഉണ്ട് എന്ന് പറയാൻ വേണ്ടിയിട്ട് അവരിട്ടൊരു പോസ്റ്റാണ്. വളരെ രസകരമായ, സ്വാഭാവികമായിട്ടും ആളുകൾക്ക് മനസ്സിലാവുന്ന ഒരു പോസ്റ്റ്. ഒരുപക്ഷെ എൻ്റെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ഒട്ടുമിക്ക ആളുകളും ഇപ്പോൾ യുദ്ധ ഭീകരത നമ്മുടെ അടുക്കളയിലേക്ക് എങ്ങനെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യ എന്ന് പറയുന്ന ഈ മഹാരാജ്യം യുദ്ധത്തിൽ നേരിട്ട് പങ്കെടുത്തിട്ടില്ല, നേരിട്ടല്ലാതെയും പങ്കെടുത്തിട്ടില്ല. പക്ഷേ എന്നിട്ട് പോലും നമ്മൾ ഇത് എങ്ങനെ ബാധിക്കുന്നു, നമുക്കൊക്കെ ഇത് എങ്ങനെ ബാധിക്കുന്നു? ഇന്ത്യയുടെ ഒരു അങ്ങേ തലക്കിൽ കിടക്കുന്ന കേരളത്തിലെ ഈ മലയാളം സംസാരിക്കുന്ന നമ്മുടെ വീട്ടിലെല്ലാം ഗ്യാസ് ഇനി അടുത്ത മാസം കിട്ടുമോ എന്ന് പറയുന്നൊരു വലിയ കൺഫ്യൂഷനിലേക്ക് മാറി നിൽക്കുന്നുണ്ടെങ്കിൽ അത് ലോകത്തെ ഏതോ ഒരു മൂലക്കിൽ ആരൊക്കെയോ തമ്മിൽ യുദ്ധം നടക്കുന്നതിന്റെ കാരണം കൊണ്ടാണെന്നൊക്കെ ചിന്തിക്കാൻ പോലും പ്രയാസമായിരിക്കും ചില ആളുകൾക്ക്. പക്ഷേ അതൊരു യാഥാർത്ഥ്യമാണ്. അങ്ങനെയുള്ള യാഥാർത്ഥ്യത്തെ കുറിച്ചിട്ടാണ് ഈ ഒരു പെൺകുട്ടി പോസ്റ്റ് ഇട്ടത്. പക്ഷേ നമ്മുടെ നാട്ടിലെ ചില ആളുകൾ, വ്യക്തമായിട്ട് പറയാം, ശശികല ടീച്ചർ എന്ന് പറയുന്ന അത്തരം ചില ടീച്ചേഴ്സ് ഇതിനെ ഒരു രാജ്യവിരുദ്ധ പ്രവർത്തനമായിട്ടൊക്കെ കണ്ട് കരുതി കളയും. നോക്കി, ഇവരുടെ പോസ്റ്റ് കാണാം. ഈ മോളിലെ രാജ്യസ്നേഹത്തെ മോള് തന്നെ തിരിച്ചറിഞ്ഞു. സംഘേ ശക്തി കലൗയുദ്ധ്കെ പ്രതികരിച്ച എല്ലാവർക്കും അഭിമാനിക്കാം. രാജ്യസ്നേഹിയായ എൻ്റെ പ്രിയ സഹോദരിക്ക് നല്ലത് മാത്രം വരട്ടെ. ഇതൊരു പക്കാ നെഗറ്റീവ് എഴുത്താണ് സുഹൃത്തുക്കളെ. ആ ഒരു പെൺകുട്ടി ഇട്ട പോസ്റ്റിന് താഴെ അതിഭീകരമായ രീതിയിൽ അവൾ ആക്ഷേപിച്ചുകൊണ്ട് അവൾ എന്തോ ഒരു രാജ്യവിരുദ്ധ പ്രവർത്തനമാണ് നടത്തുന്നത് എന്ന രീതിയിലുള്ള എഴുത്തുകളും കമന്റുകളും വന്നതിന്റെ ഭാഗമായിട്ട് അവൾക്ക് അതൊന്ന് തിരുത്തെഴുതുക എന്നതിനേക്കാൾ അതിനൊരു വിശദീകരണ കുറിപ്പ് എഴുതേണ്ടി വന്നു എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. നോക്കൂ, അവൾ ആദ്യം ഇട്ട ആ ഒരു പോസ്റ്റിന് താഴെയുള്ള കമന്റുകളൊക്കെ അതിഭീകരമാണ്. അവൾക്കെതിരെ സൈബർ അറ്റാക്ക് ആയിരുന്നു നടന്നുകൊണ്ടിരുന്നത്. അതിഭീകരമായ എഴുത്താണ് എഴുതിക്കൊണ്ടിരിക്കുന്നത് എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. അങ്ങനെ ചില ഭീഷണികളുടെ ഭാഗമായിട്ടാണോ ഇവളിങ്ങനെ എഴുതിയിരിക്കുന്നത്, വീണ്ടും അതിനെ പറ്റിയിട്ട് ഒരു വിശദീകരണക്കുറിപ്പ് എഴുതിയിരിക്കുന്നത് എന്നുള്ള ആലോചിച്ചിട്ടാണ് അല്ലെങ്കിൽ അറിഞ്ഞിട്ടാണ് ശശികല ടീച്ചർ അങ്ങനെയൊക്കെ പ്രതികരിക്കുന്നത്? അതൊട്ടും വളരെ പോസിറ്റീവായിട്ടുള്ള നന്മയുള്ള ഒരു വാക്കല്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. നോക്കൂ, മീനാക്ഷി ഒരു 8 മണിക്കൂർ മുമ്പ് താൻ തൊട്ട് മുമ്പ് എഴുതിയ ആ ഒരു പോസ്റ്റ് ഒന്ന് വിശദീകരിച്ച് എഴുതിയിട്ടുണ്ട്. അത് നിങ്ങൾ കേൾക്കുക തന്നെ വേണം. കാരണം ഈ ഒരു സമയത്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യേണ്ട നടിമാര്, നമ്മൾ സപ്പോർട്ട് ചെയ്യേണ്ട ആളുകളിൽ ഒന്നാണ് മീനാക്ഷി എന്നുള്ളതുകൊണ്ടാണ്. ഗ്യാസ് കത്തുമ്പോൾ ചില രാജ്യ കാര്യങ്ങളും പറയേണ്ടതുണ്ട് എന്ന് തോന്നുന്നു. കഴിഞ്ഞ എൻ്റെ പോസ്റ്റിൽ ഗ്യാസ് ക്ഷാമത്തെക്കുറിച്ച് സൂചിപ്പിച്ചിരുന്നു. അതുവഴി യുദ്ധഭീകരത എന്ന ഒന്നിനെ പറ്റിയാണ് പറഞ്ഞിരുന്നത്. ചിലയിടങ്ങളിലും ചില കമന്റുകളിലും രാജ്യത്തിനെതിരായോ നമ്മുടെ ഭരണാധികാരികൾക്കെതിരായോ ഒക്കെ എന്ന രീതിയിൽ കാണുന്നു. സത്യത്തിൽ അത് തെറ്റാണ്. യാതൊരുവിധ രാഷ്ട്രീയവും കലർന്ന ഒരു പോസ്റ്റുമല്ലാതെ ഇവിടെ ഞാൻ യുദ്ധം അതിൽ നേരിൽ പങ്കെടുക്കുന്ന രാജ്യങ്ങളെ മാത്രമല്ല, നിഷ്പക്ഷമായി നിൽക്കുന്ന നമ്മുടെ രാജ്യത്തെ പോലുള്ള രാജ്യങ്ങളെയും പെട്ടെന്ന് ബാധിക്കും. അതായത് യുദ്ധാവസ്ഥ ലോകം മുഴുവൻ മോശമാക്കുന്നു എന്നാണ് ഞാൻ അർത്ഥമാക്കിയിട്ടുള്ളത്. നമ്മുടെ രാജ്യത്തിനോ ഭരണകർത്താക്കൾക്കോ ഈ യുദ്ധത്തിൽ എന്ത് പങ്കാണുള്ളത്? ഞാൻ മനസ്സിലാക്കുന്നത് നമ്മുടെ രാജ്യം ഈ യുദ്ധം നടന്നു തുടങ്ങിക്കഴിഞ്ഞ് പറ്റാവുന്ന ക്രമീകരണങ്ങൾ, നിയന്ത്രണങ്ങൾ തുടങ്ങിയ എല്ലാ മേഖലകളിലും വരുത്തിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. അത് നമ്മുടെ അടുക്കളയെ ബാധിക്കാതിരിക്കാൻ പരമാവധി ശ്രമിക്കുന്നുണ്ടെന്നും, അപ്പോൾ ഇന്നലെ ഗ്യാസ് പോയി ഇന്ന് ഗ്യാസ് ഉണ്ട് എന്ന് പറഞ്ഞ പോലെയും തോന്നാം. ഒരിക്കൽ കൂടി പറയട്ടെ, ഈ ആധുനിക യുഗത്തിൽ ലോകത്തെവിടെയും നടക്കുന്ന അത്യാധുനിക യുദ്ധങ്ങളും ഒട്ടും താമസിക്കാതെ തന്നെ നമ്മുടെ വീടുകളെയും ബാധിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഈ സമയം പശ്ചിമേഷ്യൻ യുദ്ധം എന്ന അവസ്ഥയിൽ നമ്മുടെ രാജ്യവും ഒരു മോശം കാലം അഭിമുഖീകരിക്കുന്ന സമയമാണ്. ഈ സമയം പാനിക് സിറ്റുവേഷൻ അല്ല, ജാഗ്രതയാണ് ആവശ്യം എന്നതും ശരിയാണ്. ഞാൻ എന്നും എപ്പോഴും എൻ്റെ രാജ്യത്തിനൊപ്പം തന്നെയാണ്. ഈ വരികൾ കണ്ടിട്ടാണ് രാജ്യസ്നേഹിയായി മാറി മീനാക്ഷി. നമ്മളെല്ലാവരും രാജ്യസ്നേഹിയാണ്. അതിൻ്റെ സർട്ടിഫിക്കറ്റ് ഒന്നും ശശികല ടീച്ചർ അടക്കമുള്ള ആളുകൾ തരേണ്ട ആവശ്യമില്ല. അതൊക്കെ നിങ്ങൾ ആർക്കെങ്കിലും കൊടുത്താൽ മതി. അവിടെ നിന്ന് കുറേ നിൽക്കുന്നതല്ല, ചാണകം തന്നെ അവർക്ക് കൊടുത്താൽ മതി. എന്തായാലും
എപ്പോഴും എൻ്റെ രാജ്യത്തിനൊപ്പം തന്നെയാണ്. നമ്മുടെ മുറ്റത്ത് മിസൈലോ വെടിയുണ്ടോയോ വീഴുന്നില്ല എന്നതിനാൽ യുദ്ധം നമ്മളെ ബാധിക്കുന്നില്ല എന്ന അല്ല, യുദ്ധങ്ങൾ അതിൽ നേരിട്ട് പങ്കെടുക്കാത്ത രാജ്യങ്ങളെ പോലും പിന്നോട്ടടിക്കുന്നു എന്നുള്ള സാധാരണ നിലയുമായി കഴിഞ്ഞിരിക്കുന്നു. ലോകത്ത് യുദ്ധങ്ങൾ ഇല്ലാതാവട്ടെ, യുദ്ധത്തിനായി മുടക്കുന്ന പണം മാനവരാശിയുടെ ഉന്നമനത്തിനായി മുടക്കുന്ന ഒരു ആധുനിക ലോകം ഉണ്ടാവട്ടെ എന്ന് ആഗ്രഹിക്കുന്നു സ്നേഹപൂർവ്വം മീനാക്ഷി. ഇതിൽ കൃത്യമായിട്ട് വേറൊരു ആൾക്ക് കൂടിയുള്ള ഒരു അടി കൊടുത്തിട്ടുണ്ട്. അതിങ്ങനെയാണ്: നമ്മുടെ മുറ്റത്ത് മിസൈലോ വെടിയുണ്ടോ വീഴുന്നില്ല എന്നതിനാൽ യുദ്ധം നമ്മളെ ബാധിക്കുന്നില്ല എന്ന് ആരും കരുതേണ്ടതില്ല എന്ന് പറയുന്നുണ്ട്. ഇത് ആർക്കെതിരെയാണ് എന്ന് നിങ്ങൾ ആലോചിച്ചോ? കൃത്യമായിട്ടും അത് ശശികല ടീച്ചർ എന്ന് പറയുന്ന ആ ഒരു ഇടുങ്ങിയ ചിന്താഗതിയുള്ള ആൾക്ക് എതിരെയാണെന്നൊക്കെ പറയേണ്ടി വരും. നോക്കിക്കോളൂ, ഇവരുടെ ഒരു എഴുത്ത് ഇങ്ങനെയാണ്: നോട്ട് നിരോധനത്തിന് ശേഷം ഇത്തരം വാർത്ത ഇപ്പോഴാണ് കാണുന്നത്. എന്താണ് ആ വാർത്ത? ക്യൂ നിന്ന് 2 മണിക്കൂർ പഞ്ചാബിലെ ബർണാലയിൽ LPG സിലിണ്ടർ ക്യൂ നിന്ന് വയോധികന് കുഴഞ്ഞു വീണു മരിച്ചു എന്നുള്ള വാർത്തയ്ക്ക് പ്രതികരിച്ചത് ടീച്ചർ ഇങ്ങനെയാണ്. നോക്കിക്കോളൂ: എൻ്റെ വീട്ടിൽ ഇപ്പോഴും വിറകടുപ്പും ബയോഗ്യാസും ഉണ്ട്. അടുക്കളയിൽ കരിയും പുകയും ഒക്കെ ഇത്തിരിയുണ്ട്. അത്ര പത്രാസ് മതി എന്ന് ഞങ്ങൾ പണ്ടേ തീരുമാനിച്ചു. ഗ്യാസ് ഒക്കെ എത്ര കാലം കിട്ടും എന്നായിരുന്നു അച്ഛൻ്റെ ചോദ്യം. പുറത്തുനിന്ന് വരുന്ന ഏതു സാധനവും എപ്പോൾ വേണമെങ്കിലും നിലയ്ക്കാം. ഒരു ലോറി സമരം വന്നാൽ മലയാളിയും പച്ചലിയും മണ്ണ് തിന്നേണ്ടി വരില്ലേ? ഓർത്താൽ കൊള്ളാം. ഗ്യാസിന്റെ ദാരിദ്ര്യദാർ എന്ന് പറഞ്ഞിട്ട് എഴുതി. ഇവരെന്താ എഴുതിയിരിക്കുന്നത്? അതായത് ലോകത്ത് എന്തൊക്കെ സംഭവിച്ചോട്ടെ, ഞങ്ങൾക്കൊന്നും കുഴപ്പമില്ല എന്ന് പറയുന്നൊരു എഴുത്താണ്. ഈ എഴുത്തിനെതിരെ കൂടി മീനാക്ഷി എഴുതിയിട്ടാണ് ആ ഒരു പോസ്റ്റ് അവസാനിപ്പിച്ചിട്ടുള്ളത്. ആർക്കൊക്കെ അത് മനസ്സിലായെന്നതിൽ പിടുത്തമൊന്നുമില്ല. അപ്പോൾ ബൈ.